ചിലർ പത്രം കൊണ്ടുപോകണ കാണാം, ചിലർ മൊബൈൽ കൊണ്ടുപോകണ കാണാം. ഇന്ത്യൻ ശൈലിയാണെങ്കിൽ മുട്ടുകാലിൽ ഏതെടുത്തിട്ടെങ്കിലും എഴുതിയിട്ട് പോകുന്നത് അതുമില്ല. അവിടെ കുറേ സമയം മൊബൈലിൽ തന്നെ എത്ര സമയം പോകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആയുസ് വളരെ പെട്ടെന്നാണ്. ചുരുക്കി പറഞ്ഞ കുറച്ച് കാലമുള്ള ജീവിതം. ഈ മനുഷ്യ ജീവിതത്തിലൊക്കെ പല വിഭാഗമായി ആചാര്യന്മാർ വേർതിരിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരു ഭരതനാട്യവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വിഷയത്തെ കമ്പോസ് ചെയ്തു. ഇങ്ങനെയാണ് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ 5 ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ ഗംഭീരമായിട്ട് ഒരു തീമുണ്ടാക്കി. 1 വയസ്സ് മുതൽ 20 വയസ്സ് വരെ കുരങ്ങന്മാരായിട്ടാണ് നമ്മുടെ ജീവിതം. കുട്ടികളൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാമാണ് ഈ കുരങ്ങന്മാര് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഒരു സമാധാനം ഇല്ല. ആഴ്ചകളാണ് കുരങ്ങന്മാരെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ കുരങ്ങന്മാർ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. അങ്ങനെ 1 വയസ്സ് മുതൽ 20 വയസ്സ് വരെ നമ്മൾ ആരായിട്ടാണ് ജീവിക്കുന്നത്? കുരങ്ങന്മാരായിട്ട്. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ കുതിരകളായിട്ടാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരടുത്ത് സംസാരിക്കാനേ പോകാൻ പറ്റില്ല. അവരെല്ലാം പറഞ്ഞ എന്താ ഒരു സമാധാനമില്ല. അങ്ങനെ കുതിരകളെ പോലെയാണ് അവരുടെ ജീവിതം. 40 വയസ്സ് കഴിഞ്ഞാൽ ഈ കുതിരകളൊക്കെ കഴുതകളെ പോലെയാണ്. നല്ല വലിയാണ്. ചൂടും തണുപ്പൊക്കെ കഷ്ടപ്പെട്ട് എന്താണ് കുട്ടികളായി അവർക്ക് ഫീസ് അടക്കണം, ആ ഫീസ് അടക്കണം, ഈ ഫീസ് അടക്കണം, പിന്നെ വലിയ 60 വയസ്സാകുമ്പോഴേക്കും ഈ വരിക്കൊരു സമാധാനം ഉണ്ടാവും. കുട്ടികളൊക്കെ കുറച്ച് വലുതായി 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നായയുടെ ജന്മമാണ്. കുട്ടികൾ പുറത്തു പോകുമ്പോൾ വീടിന് കാവല്, മൂത്ത മകൻ്റെ ഭാര്യ അവിടെ ബെഡ് റെസ്റ്റ് ആയിട്ടുണ്ട്, അവിടെ പോയി നോക്കുക, അതിന് കുട്ടി ഉണ്ടായിട്ടുണ്ട്, അവരെ നോക്കുക ഇവരെ നോക്കുക. ചുരുക്കി പറഞ്ഞാൽ വീടിന് കാവലായിട്ട് പറഞ്ഞ് ജീവിക്കാം. ഇങ്ങനെ നായയുടെ ജന്മമാണ് 60 വയസ്സ് മുതൽ 80 വയസ്സ്. 80 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ മൂങ്ങയുടെ ജന്മമാണ്. എന്ത് ചോദിച്ചാലും ഇപ്പം എന്തുണ്ടായിട്ടെന്താണ്? ഇങ്ങനെ നശിച്ചു പോകേണ്ടതാണോ നമ്മുടെ ജന്മം എന്നതാണ് ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പ്രിയനായിട്ടുള്ള ആ നാരായണനെ, ശ്രീഹരിയെ ആശ്രയിക്കണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടാണ് ഹിരണ്യകശിപു തൻ്റെ വാളുമെടുത്തുകൊണ്ട് അതിവേഗം ഇനി ഇവനെ ജീവിക്കാൻ അനുവദിക്കേണ്ട എന്നതാ സൂചിപ്പിച്ചു കൊണ്ടുവരണോ. ആ ഉണ്ണിയെ വധിക്കാൻ പോകണോ? എവിടുന്നാണ്? ആരാണ് നിന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് നിന്റെ ബലമെന്ന് ചോദിക്കുമ്പോൾ ആ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനോട് പറയണോ, എൻ്റെ ബലവും ലോകപാലന്മാരുടെ ബലവും അങ്ങിപ്പോൾ എന്നെ വെട്ടാനായിട്ട് വാലെടുത്തതായ ബലവും അത് ശ്രീഹരിയുടേതാണ്. ആ ശ്രീഹരിയുടെ ബലമാണ് ഈ പ്രപഞ്ചത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നത്, പ്രപഞ്ചം ചലിക്കുന്നത്, മഴ പെയ്യുന്നത്, മരണം ജന്തുക്കളിൽ ഇയലുന്നത്, കാറ്റ് സഞ്ചരിക്കുന്നത്, അഗ്നി കത്തുന്നത് മുഴുവനും നാരായണന്റെ ബലമാണ്. ആ നാരായണൻ എവിടെയാണെന്ന് ചോദിച്ചാൽ തൂണിലും തുരുമ്പിലും സത്തിലും അസത്തിലും കാണുന്നതിലും കാണാത്തതിലും സർവത്തിലും നിറഞ്ഞിരിക്കുകയാണ് ആ ബലം. ഹിരണ്യകശിപുവിന് അങ്ങനെ ഇതൊന്നും വ്യക്തമായിട്ടില്ല. എല്ലാ രീതിയിലും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ തൂണിലുണ്ടോ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ തൂണിലുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ തൂണിൻ്റെ അടുത്ത് ചെന്ന് മുഷ്ടിക്കൊണ്ട് ഒരു ഇട്ടിക്കൊടുത്ത സ്തംഭം ആദ്യപ്പെടാം സ്വമുഷ്ടിനായ ആ താഴെ കേൾക്കേണ്ട താമസം ആ സ്തംഭത്തിൽ നിന്നൊരു നിനാദം പൊട്ടിപ്പുറപ്പെട്ടു. അത് ബ്രഹ്മാണ്ഡ ഭിത്തികളെ പ്രകമ്പനം കൊള്ളിച്ചു. ആകാശത്ത് മഴക്കാറുകൾ പരസ്പരം കൂട്ടിയിരിക്കാൻ തുടങ്ങി. നക്ഷത്രങ്ങളുടെ ശോഭ മങ്ങിയ കാരണം ആ സ്തംഭത്തിൽ നിന്ന് അഗ്നി, ഒരു പ്രകാശം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ആ പ്രകാശത്തിന്റെ ഭയാനകമായ പ്രകാശം കാലക്രമേണ തൂണ് പിളർന്ന് ഭയാനകമായ നിനാദത്തോടുകൂടി തൂണ് പൊട്ടിപ്പിളർന്ന് ആ നരസിംഹമൂർത്തി അവിടെ പ്രാദുർഭവിച്ചു. ഗലം വരേക്ക് അത്യത്ഭുതമർത്യകാലം അതിന് മുകളിൽ സുകേസരിതൻ സുമന്ത്രം. മുഖം സിംഹത്തിൻ്റെയും ബാക്കി ഭാഗം മനുഷ്യൻ്റെതുമായ അത്ഭുതകരമായ സ്വരൂപത്തോടുകൂടി അവിടെ ഭഗവാൻ ആവിർഭവിച്ചു. പ്രളയകാലത്തെ അഗ്നി അങ്ങനെ തന്നെ മുഖത്തുണ്ട്. ധനുഷുകളെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇടുങ്ങിയ കഴുത്ത്, സ്വർണ്ണമുരുങ്ങിയ നിറത്തോടു കൂടിയുള്ള സദാഭക്തികള്, മൂർത്ത നഖങ്ങള്, അനവധി കൈകള്, അനവധി ആയുധത്തോടുകൂടി ആ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ട് ഹിരണ്യകശിപുവുമായി യുദ്ധം ചെയ്തു. സന്ധ്യാസമയമായി ദേവന്മാരൊക്കെ പറഞ്ഞു സന്ധ്യാസമയമാണ്, ഹിരണ്യകശിപുവിനെ വധിക്കണം, ബ്രഹ്മാവിന്റെ വരവുണ്ട്, അകത്ത് വെച്ച് മരിക്കരുത്, പുറത്ത് വെച്ച് മരിക്കരുത്, ആകാശത്ത് വെച്ച് മരിക്കരുത്, ഭൂമിയിൽ വെച്ച് മരിക്കരുത്, അങ്ങനെ മരിക്കരുത്, ഇങ്ങനെ മരിക്കരുത്, അങ്ങനെ ഇങ്ങനെ ഒന്നും മരിക്കരുത്. മരണത്തിന്റെ എല്ലാ പഴുതും അടച്ചിട്ടാണ് വരം.
ഈ സന്ദർഭത്തിൽ ആ എത്തുന്ന എങ്ങനെയാണോ ഒരു ഗരുഡൻ പാമ്പിനെ പിടിക്കുന്നത് അതുപോലെ ഹിരണ്യകശിപുവിനെ പിടിച്ച് ഉമ്മറപ്പടിയിന്മേൽ ഇരുന്നു എന്നതാ സൂചിപ്പിക്കുന്നു. അകത്തുമല്ല പുറത്തുമല്ല, രാത്രിയുമല്ല പകലുമല്ല, സന്ധ്യാസമയം, ആകാശത്ത് വെച്ചുമല്ല ഭൂമിയിൽ വെച്ചുമല്ല, മടിയില് ആയുധത്തെ കൊണ്ട് കൊല്ലരുത് എന്ന് പറഞ്ഞു. ആ ഊർത്ത നഖങ്ങളെടുത്ത് ഹിരണ്യകശിപുവിന്റെ നെഞ്ചിലേക്ക് ആഴ്ത്തി ഇറക്കി ആ നെഞ്ച് കീറി ഏതൊരു ഹൃദയത്തിലാണ് താൻ പണിരുന്നത് ആ ഹൃദയത്തെ അങ്ങനെ തന്നെ പറിച്ചെടുത്ത് ഒരാന താമരക്കുളത്തിലിറങ്ങി താമരത്തണ്ടോടുകൂടി അതിനെ വലിച്ചെടുക്കുന്നത് പോലെ ആ ഹൃദയത്തെ വലിച്ചെടുത്ത് പെരുതെടുത്ത് കളഞ്ഞ് ഉടൽമാലത്തിന്റെ കണ്ഠത്തിലണിഞ്ഞുകൊണ്ട് അതിഭയാനക സ്വരൂപത്തിന് അലറിക്കൊണ്ട് ഏതൊരു സിംഹാസനത്തിലാണ് ഹിരണ്യകശിപു കയറിയിരുന്നത് ആ സിംഹാസനത്തിലേക്ക് അങ്ങനെ അടിവെച്ച് അങ്ങോട്ട് നടന്നു. ആ നരസിംഹമൂർത്തിയുടെ ഓരോ പാദം വയ്ക്കുമ്പോൾ ഭൂമി കുലുങ്ങാൻ തുടങ്ങി, മരങ്ങൾ അങ്ങനെ തന്നെ കടപുഴങ്ങാൻ തുടങ്ങി. നരസിംഹമൂർത്തിയുടെ ശരീര വേഗത്തിന്റെ ഫലമായിട്ട് ഗ്രഹങ്ങൾക്ക് സ്ഥാനം തെറ്റി കൂട്ടിയിരിക്കാൻ തുടങ്ങി, ഉൽക്കാപാതമുണ്ടായി, മേഘങ്ങൾ പരസ്പരം കൂട്ടിയിട്ടിച്ച് ഇടിമാതമുണ്ടാകാൻ തുടങ്ങി. പ്രപഞ്ചം അങ്ങനെ തന്നെ നശിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ അലറാൻ തുടങ്ങി. ദേവന്മാരൊക്കെ വന്ന് സ്തുതിക്കുന്നുണ്ട്, കോപം തീർക്കണം, ഹിരണ്യകശിപു മരിച്ചു, ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. അപ്പൊ അലർച്ച കൂടാൻ തുടങ്ങി, നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. എവിടെ എന്റെ ഭക്തൻ? നാരായണ എന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ, നാമം ജപിച്ചു കഴിഞ്ഞാൽ പ്രാണൻ പോകുമെന്ന് ഭയം വിട്ട് ദേവന്മാരെ, ഋഷികളെ, പിതൃക്കളെ, യക്ഷന്മാരെ, കിന്നരന്മാരെ, നിങ്ങൾ ആരെങ്കിലും നാരായണ മന്ത്രം ജപിച്ചു പ്രാണൻ പോകുമെന്നറിഞ്ഞിട്ടും ഹിരണ്യകശിപുവിന്റെ മടിയിലിരുന്ന് എന്റെ അവദാനങ്ങളെ പാടിയതായ എന്റെ ഭക്തനെവിടെ? എനിക്ക് എന്റെ ഭക്തൻ മാത്രം മതി, വേറെ ആരും വേണ്ട. കത്തിക്കാളുന്ന കണ്ണോട് കൂടിയിട്ടുള്ള ആ നരസിംഹമൂർത്തിയുടെ ഭയാനകപരമായ കോപം പ്രപഞ്ചത്തെ നശിപ്പിക്കുമെന്നുറപ്പായി. അത് ഭക്തനെ കാണാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് പ്രഭാതനെടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഹിരണ്യകശിപുവിനോട് കോപിച്ചിട്ടാണ് താൻ കിട്ടുന്നത്, പുണ്യമ ചെല്ലും. തൂണില് ഭഗവാൻ തൂണിലുമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ തൂണിൽ പ്രത്യക്ഷപ്പെട്ടതായ ആ ശ്രീഹരിയെ കണ്ട് ഈ പ്രഭാതം പിന്നെ കണ്ണ് തുറന്നിട്ടില്ല. അങ്ങനെ കണ്ണടച്ച് ഹരേ ഹരേ നമ്മൾ ജനിച്ചിരിക്കുക. ഈ ലഹളയൊന്നും കേട്ടിട്ടില്ല. ഈ ഭക്തന്മാർക്ക് ലഹളയൊന്നും പ്രശ്നമല്ല. നമ്മുടെ നാട്ടിൽ ചില ഭക്തന്മാരുണ്ട്, പുറത്തു വന്നിങ്ങനെ തൊഴുമ്പോൾ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഓടിയിട്ട് ആരവിടെ എന്താവിടെ എന്നൊക്കെ പറഞ്ഞില്ല. ഭക്തന്മാർക്ക് ലഹളയൊന്നും പ്രശ്നമല്ല. ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവരങ്ങനെ ഹരേ രാമ ഹരേ രാമ, അത് ഭക്തന്മാരുടെ ലക്ഷണമാണ്. അവിടെ എന്ത് കോലാഹലം നടന്നാലും ഭക്തന്മാർക്ക് വിഷയമല്ല. പ്രഭാതൻ അപ്പോഴാണ് കണ്ണു തുറന്ന് നോക്കിയപ്പോ ആ പടികളങ്ങനെ കയറിയ സിംഹാസനത്തില് കത്തിച്ചൊലിക്കുന്ന കണ്ണോടുകൂടി പ്രളയകാലത്ത് അഗ്നി അങ്ങനെ തന്നെ മുഖത്ത് വഹിച്ചുകൊണ്ട് ശ്വാസമെടുക്കുമ്പോൾ സമുദ്രം ഇങ്ങടും, ശ്വാസം വിടുമ്പോൾ സമുദ്രം അങ്ങടും അലകറ്റിച്ചുകൊണ്ടിരിക്കുന്നതായ ഭയാനക സ്വരൂപത്തിലിരിക്കുന്നതായ ഭഗവാനെ കണ്ട് ഒരു ഭയമില്ലാതെ കണ്ട് ഓടി പിടിച്ചത് ഹരേ. ആ ഉണ്ണി ഓടി വരുന്നത് കണ്ടപ്പോൾ നരസിംഹമൂർത്തിയുടെ ഭാവമൊക്കെ മാറി. കത്തിക്കാളുന്ന കണ്ണുകൾ അർത്ഥമീതം, കയ്യിലെ നഖങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിയ. അതുപോലെ തന്നെ മാംസത്തിന്റെയും രക്തത്തിന്റെയും ഗന്ധമൊക്കെ വളരെ പെട്ടെന്ന് പോയി. ഹരിചന്ദ്രത്തിന്റെയും തുളസിയുടെയും ഗന്ധം, എന്തെന്നില്ലാത്ത ശീതളത്വം അവിടെ ഇങ്ങനെ പകർന്നു. ശാന്തനായ നരസിംഹമൂർത്തിയെ കണ്ടു. ആ ഉണ്ണി പാദത്തിൽ അങ്ങനെ വീണങ്ങനെ നമസ്കരിച്ച സമയത്ത് നരസിംഹമൂർത്തി ചാടി എഴുന്നേറ്റ് ആ ഉണ്ണിയെ രണ്ട് കൈ കൊണ്ട് വാരി തന്റെ മടിയിലേക്ക് ഇരുത്തി ഒരു കൈ കൊണ്ട് ചേർത്തി അങ്ങനെ വെച്ച് എല്ലാ കാലഭയത്തെയും തീർക്കുന്നതായ ആ തൃക്കരമെടുത്ത് പ്രഭാതന്റെ ശിരസിലങ്ങനെ വെച്ച് എന്തെന്നില്ലാത്ത നിർവൃതിയോടുകൂടി എനിക്കിനി ഒന്നും വേണ്ട, രുദ്രസ്തുതി വേണ്ട, ഇന്ദ്രസ്തുതി വേണ്ട, പിതൃസ്തുതി വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് എൻ്റെ ഭക്തനെ മാത്രം. അങ്ങനെ ആ നരസിംഹമൂർത്തിയുടെ മടിയിൽ നിന്നുകൊണ്ട് പ്രഹ്ലാദൻ ഗംഭീരമായിട്ട് സ്തുതിക്കുകയാണ്. പ്രഹ്ലാദൻ ആർക്ക് വേണ്ടിയിട്ടാണ് സ്തുതിച്ചത്? ഭക്തന്മാര് ഒരിക്കലും അവരവർക്ക് വേണ്ടി ഒന്നും പറയില്ല. സമൂഹത്തില് പല പല വേദനകളെ കൊണ്ട് തപിച്ചുകൊണ്ടിരിക്കുന്നതായ, ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതായ അനവധി ആൾക്കാരുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു പ്രഹ്ലാദന്റെ പ്രാർത്ഥന. എല്ലാവർക്കും നന്മയുണ്ടാകണം, അവിടുത്തെ പാദമാധുര്യം
ചെയ്യാതിരിക്കുന്ന നിസാരമായ വിഷയങ്ങളുടെ പിന്നാലെ ഓടിപ്പോയി എന്തൊക്കെ ദുരിതങ്ങളും സങ്കടങ്ങളുമാണ് ഓരോരുത്തരും വരുത്തി വയ്ക്കുന്നത്. ഭഗവാനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ പാദമാധുര്യത്തെ അവർക്ക് തിരിച്ചു കൊടുക്കണമേ. അവിടുത്തെ പാദത്തിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് ആ പൂർണ്ണത ബോധ്യപ്പെടുക. ഇതായിരുന്നു പ്രഹ്ലാദന്റെ ഗംഭീരമായ സ്തുതി. അത്തരത്തിലുള്ള നരസിംഹാവതാരത്തെയും പിന്നീട് വർണ്ണാശ്രമ ധർമ്മങ്ങളെ പക്കതാ വർണ്ണിച്ച് നേരെ അഷ്ടമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിചിദ്രവാക്യാനുള്ളതായ കഥകളൊക്കെ വായിച്ച് നവമസ്കന്ധത്തിലേക്ക് പ്രവേശിച്ച് അതായത് ബാലാരിപകരവും വാമനാവതാരവും മത്സ്യാവതാരവും വർണ്ണിച്ച് നേരെ നവമസ്കന്ധത്തിലേക്ക് പ്രവേശിച്ച് രാമാവതാരം എന്ന് വായിച്ച് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. നാളെ യജുശാലിയിൽ കൃഷ്ണാവതാരമാണ് 10 മണിയോടുകൂടി. ഭഗവാൻ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ പൊരുളായ ഭഗവാൻ മനുഷ്യാകാരമെടുത്ത് അവതരിക്കുകയാണ്. കൊച്ചു കുഞ്ഞായിട്ട് നമ്മളെപ്പോലെ തന്നെ ഇവിടെ അവതരിച്ച് കുസൃതി കാണിച്ച് മണ്ണിലൂടെ ഇഴഞ്ഞ് മുട്ടുകുത്തി വേച്ച് നടന്ന് ഒക്കെ കാണിച്ചതായ മനോഹരമായ ലീലകൾ അതൊക്കെ നാളെ മുതൽ നമുക്ക് അനുഭവിക്കാം. നമ്മളെ പാകപ്പെടുത്തി എടുക്കുകയാണ്, കൃഷ്ണാവതാരത്തെ പാകപ്പെടുത്തി എടുക്കുകയാണ് നമ്മളുള്ളത്. അപ്പോൾ നാളെ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഭഗവാൻ സമർപ്പിക്കേണ്ടതായ വെണ്ണപ്രിയനായ ഉണ്ണിക്കണ്ണന് തൃക്കൈവണ്ണ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിറവറ വെച്ച് തിരുവവതാരം അടക്കുന്ന സമയത്ത് നിറവറ വെച്ച് ഭഗവാന് പ്രാർത്ഥിക്കുക അത്യുത്തമമാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഏകദേശം 12:30 12 മണി കഴിഞ്ഞാൽ ഉണ്ണിയൂട്ട് യജ്ഞശാലകളുണ്ടാകും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെ അവരെയൊക്കെ കൃഷ്ണഭാവത്തിൽ നമ്മൾ ആരാധിക്കുകയാണ്. എല്ലാ കുട്ടികളെയും കണ്ണന്മാരായി സങ്കല്പിച്ചുകൊണ്ട് നാളെ കൃഷ്ണാവതാരം ഏറ്റവും പുണ്യ ദിവസം കൂടിയാണ്. ആ ദിവസം തന്നെ നമുക്ക് കുട്ടികളെ കൃഷ്ണഭാവേന കൂട്ടാൻ സാധിക്കുക. നമുക്ക് മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് എല്ലാവർക്കും നമുക്ക് വിതരണം ചെയ്യാം. അപ്പോൾ ഈ ദേശത്തിലുള്ള എല്ലാ കുട്ടികളെയും യജ്ഞശാലയിൽ കൊണ്ടുവന്ന് അവരെ പൂജിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ഉണ്ണിയൂട്ടിലും കൃഷ്ണാവതാരത്തിലും ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. വൈകുന്നേരം ശോഭായാത്രയുണ്ട്. അയ്യോ നടക്കണ്ടേ, വേഷം കെട്ടണ്ടേ എന്നിട്ട് അങ്ങനെയൊന്നും ഒരു വിഷയവും വിചാരിക്കരുത്. എല്ലാവരും പങ്കെടുക്കണം ശോഭായാത്രയിൽ. കാരണം എന്താണ്, നമ്മുടെ കണ്ണൻ്റെ പ്രതാപമാണ്. നമുക്കാണ് ഈ നാണക്കേടൊക്കെ റോട്ടിൽ കൂടെ നടക്കുക, നാണക്കേട്. ചിലവർക്ക് അവരവരുടെ ഈശ്വര സങ്കല്പത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റും. നമുക്ക് ഉറക്ക നാമം ജപിക്കാൻ എന്തൊരു കൈയടിക്കാൻ പോലും പറ്റില്ല. കൈയടിക്കാൻ പറഞ്ഞാൽ ഉറക്ക ഉത്സാഹത്തോടുകൂടി കൈയ്യട്ടിട്ട് ഉറക്ക നാമം ജപിക്കണം. നാവേലികൾക്കും വലിയൊരു ഉപദേശമുണ്ട്. നാവാനുരപ്പതിന് തുല്യുന്ന കേൾവി നാരായണന്റെ തിരുനാമം ഉറക്കയാകുമ്പോൾ നാടിച്ചു പോകരുതേ തവ വേണ്ടതുള്ളൂ. ഉറക്കം ജപിക്കണം. ലജ്ജ ഒരു നാണക്കേടും വിചാരിക്കണ്ട. അത്തരത്തില് നാളത്തെ ശോഭായാത്രയിലൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യജ്ഞശാലയുടെ നാമസങ്കീർത്തനവും മംഗളാരതിയും